പ്രേം, ഈ ഹോർമൂസിലെ പ്രശ്നം എന്തായിത്തീരും? US എങ്ങനെ പിൻവലിയാൻ സാധ്യതയുണ്ടോ? ചേട്ടാ, ഇതിപ്പോൾ 48 മണിക്കൂർ അതിനിർണായകമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരം, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 14 നിർദ്ദേശങ്ങൾ അമേരിക്ക ഇറാന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്മേലിപ്പോൾ ഗൗരവതരമായ ചർച്ചകൾ നടക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ ഇറാൻ പാകിസ്ഥാൻ മുഖേന, അവരുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് പാകിസ്ഥാൻ മുഖേന അമേരിക്കയെ അറിയിക്കും എന്നാണ് വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക വെടിനിർത്തലുണ്ട്, അതൊരു ശാശ്വതമായ യുദ്ധവിരാമത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഉറപ്പൊന്നുമില്ല. ഈ 48 മണിക്കൂർ അതിനിർണായകമാണ് എന്ന തരത്തിൽ, കാര്യം അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ട്രംപ്. ഇപ്പോൾ ഈ 48 മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ ഇറാൻ അവരുടെ നിലപാട് വ്യക്തമാക്കി അമേരിക്കയുടെ നിബന്ധനകൾ പാലിക്കുന്നില്ല എങ്കിൽ അതിഭീകരമായ ബോംബിങ് വീണ്ടും ആരംഭിക്കും. അത് വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് പോകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു വെടിനിർത്തൽ കരാർ വന്നതിൻ്റെ പിന്നാലെ നമ്മുടെ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവുണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഒരു അന്ത്യശാസനം പോലെ വന്നപ്പോൾ വീണ്ടും ആ വില കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് മേഖലകളിലും അതിൻ്റെ പ്രതിഫലനം വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലടക്കം ഉള്ള കാര്യങ്ങളിൽ ചെറിയ ചാഞ്ചാട്ടങ്ങളും, അതേപോലെ നമ്മുടെ വിദേശ നാണയ വിനിമയ നിരക്കുകളുണ്ടല്ലോ, അതിലും വലിയ പ്രശ്നങ്ങൾ. നേരത്തെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാര്യം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയ സമയത്ത് ഇന്ത്യൻ രൂപയുടെ വില നേരിയ വർധനവ്, ഒരു 69 പൈസയുടെ വർധനവ് മൂല്യം കൂടി. അപ്പോൾ ഒരു 69 പൈസ എന്ന് പറയുമ്പോൾ നിസ്സാര തുകയാണെന്ന് കരുതുമെങ്കിലും ഈ വിദേശ വിനിമയം നടക്കുന്നത് കോടികളുടെ ആയതുകൊണ്ട് ഈ 69 പൈസ എന്ന് ചെറിയ തുകയായിട്ട് മാറില്ല ടോട്ടലി വരുമ്പോൾ. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ രൂപയുടെ മൂല്യം ഏതാണ്ട് 95 രൂപ 44 പൈസയായിരുന്നു ഒരു ഡോളറിനോട് താരതമ്യം ചെയ്യുമ്പോൾ. ഇപ്പോൾ അത് 94.49 ആയിട്ട് ആ മൂല്യം വർധനവ്, അത്രയും ആയെങ്കിലും മൂല്യവർധനവെന്നാണ് അതിന് പറയേണ്ടത്, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ അനുകൂലകരമായിട്ട് കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഇങ്ങനെ ചില ഡെവലപ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഒരു അന്ത്യശാസനം കണക്കെ ട്രംപ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നുള്ളതായിരുന്നല്ലോ ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തിൻ്റെ പേര്. അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഈ ഓപ്പറേഷൻ ഈ ഹോർമൂസ് അവിടെ കപ്പൽ ഉപരോധം എന്ന പേരിൽ നടപ്പിലാക്കിയ പ്രൊജക്ട് ഫ്രീഡം, അതും ഏതാണ്ട് നിർത്തിവെക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ അതെല്ലാം ഒരു സമാധാന സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റു പല രാജ്യങ്ങളും അവസരത്തിനൊത്ത് ഉയർന്നു. ഈ രണ്ടു കൂട്ടരെയും ഒരേപോലെ വിശ്വാസത്തിലെടുക്കുകയും സമ്മർദ്ദത്തിലെടുക്കുകയും വേണമല്ലോ. ഇതിൻ്റെ ഇടയിൽ ചൈന ഒരു നിർണായക ഇടപെടൽ നടത്തി. കാര്യം ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനോട് നിങ്ങൾ വെറും കാഴ്ചക്കാരാക്കി നോക്കിയിരിക്കാൻ പാടില്ല, ഇക്കാര്യത്തിൽ ഇറാനെ സമ്മർദ്ദത്തിൽ കൊണ്ടുവരണം, അതെ നിങ്ങൾ ഇടപെടണം എന്ന തരത്തിൽ ചില നിലപാടുകളൊക്കെ എടുത്തു. ഏതായാലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഈ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്താണ് അവർ തമ്മിൽ ചർച്ച നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചൈനയുടെ താല്പര്യം ഇത്രയേ ഉള്ളൂ, ഈ ഹോർമൂസ് സ്വതന്ത്രമായി നടക്കണം. എണ്ണയുടെ ഒഴുക്ക്, ഈ ഇറാനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് 54% വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ സുരക്ഷിതമായ ഇന്ധനം അത് ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യമാണ് ചൈന ഇറാനോട് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം ഈ ഹോർമൂസ് എത്രയും പെട്ടെന്ന് സ്വതന്ത്രമാക്കപ്പെടണം. അതിന് അമേരിക്ക എന്തൊക്കെയാണോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിൽ ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള പരോക്ഷ സൂചനയാണ് ചൈനയും നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഇക്കാര്യത്തിൽ, കാരണം ഇറാനുമായിട്ട് സൗഹൃദഭാവത്തിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ളവർ. അപ്പോൾ ആ കാര്യത്തിൽ ഈ ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയിൽ ഏതാണ്ട് 47% വരുന്നത് ഈ ഹോർമൂസ് വഴിയാണ്. അപ്പോൾ ഇന്ത്യയും ഇപ്പോൾ നമ്മളടക്കമുള്ളവർ അനുഭവിക്കുന്ന പാചകവാതക പ്രതിസന്ധിയും ഊർജ്ജ പ്രതിസന്ധി അടക്കമുള്ളതൊക്കെ ഇതിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഇടപെട്ട് രണ്ടു കൂട്ടർക്കുമിടയിൽ ഒരു സമാധാന സന്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചൈനയുടെ ഇടപെടൽ അത് എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല അല്ലേ?
അത് ആ നീക്കം എന്താണ്? കാര്യം അമേരിക്ക കൂടെ ഇടപെട്ട് ചൈനയോട് നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അത് പുറത്ത് വന്നിട്ടില്ല ഇവർ തമ്മിലുള്ള ചർച്ച. അതായത് ഇറാൻ വിദേശകാര്യമന്ത്രിയും ചൈനയിലെ ആ നീക്കം എന്താണെന്ന് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അത് പോസിറ്റീവായി തീരാനല്ലേ സാധ്യത? അത് ഈ ചൈന ഈ ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ച് ഇതിൽ അവരുടെ എണ്ണയുടെ വരവ് സുഗമമാക്കുക എന്നത് മാത്രമാണ് ചൈനയുടെ പ്രാഥമികമായ ആവശ്യം. കാര്യം അറിയാമല്ലോ, ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പാദന രാജ്യമാണ് ചൈന. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ചൈനയുടെ സാമ്പത്തിക സ്ഥിതി അടക്കം ഇപ്പം തന്നെ വലിയ പണപ്പെരുപ്പ ഭീഷണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഫാക്ടറികളെല്ലാം തന്നെ ഒന്നിന് പിന്നെ ഒന്നാകെ പ്രതിസന്ധിയിലേക്ക് പോകും. അത് ചൈനയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ യുദ്ധത്തിനൊരു ഇടനിലക്കാരൻ്റെ റോളിലേക്ക് ചൈന ഇപ്പോൾ കടന്നു വരുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് പറയണം, ഇക്കാര്യത്തിൽ ചൈന പറയുന്നതിനേക്കാൾ കൂടുതൽ ഇറാൻ അനുസരിക്കുക റഷ്യയുടെ നിലപാടുകളാണ്. കാര്യം ഇറാൻ്റെ കയ്യിലിരിക്കുന്ന ആണവ ഇന്ധനം അടക്കമുള്ളവ നൽകിയിരിക്കുന്നത് റഷ്യയാണ്. പിന്നെ പല തന്ത്രപ്രധാന ആയുധങ്ങളും കൊടുത്തിരിക്കുന്നത് റഷ്യയാണ്. കൂടാതെ റഷ്യയും അമേരിക്കയുമായിട്ട് ബദ്ധശത്രുക്കളുമാണ്. ഇപ്പോൾ ചൈനയുമായിട്ട് ശത്രുതയുണ്ടെങ്കിൽ പോലും അതിലും വലിയ ഭീകരമായ ശത്രുതയാണ് റഷ്യയും അമേരിക്കയുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ നിർദ്ദേശങ്ങളും അവരുടെ നിലപാടുകളുമായിരിക്കും ഒരു പരിധിവരെ ഇറാന് സ്വീകാര്യമാകുക. ചൈനയെ സംബന്ധിച്ച് അവരുടെ ഈ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം അവർ ഈ കാര്യത്തിൽ ഇടപെടുന്നത്. ഇനി അറിയാനുള്ളത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്ക ഒരു 14 നിർദ്ദേശങ്ങൾ ഒറ്റ പേപ്പറിൽ തയ്യാറാക്കിയ 14 നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇറാൻ ഒരു 3 കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും നിർണായകം. അതിലൊന്നാമത്തെ കാര്യം, ഇവിടെ ഈ ഹോർമൂസ് ആ കാര്യത്തിൽ അവരുടെ പരമാധികാരം അംഗീകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. 2, ഈ പറയുന്ന സാമ്പത്തിക ഉപരോധം അടക്കമുള്ളവ പിൻവലിക്കണം. 3ാമത്തതാണ് ഏറ്റവും പ്രധാനം, ഇറാൻ്റെ ആണവ പദ്ധതികൾ. അത് നേരത്തെ തന്നെ ഇറാൻ ആ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഞങ്ങളുടെ ഈ ആണവായുധ വികസിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഞങ്ങൾ നിർത്തിവെക്കാം, പക്ഷേ രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള പരമാധികാരം രാജ്യത്തിനുണ്ട്. അത് അംഗീകരിച്ച് നൽകണം. അപ്പോൾ ഈ 3 കാര്യത്തിൽ ഉടൻ വ്യക്തത വരുത്തണം എന്നുള്ളതാണ്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകത്തുമില്ല. കാരണം നമുക്കറിയാമല്ലോ, ഈ ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ പോയി കൃത്യമായി നിരീക്ഷണം നടത്തി അത് ബോധ്യപ്പെടാനുള്ള അവസരം പലവട്ടം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഇനി അവരെത്രത്തോളം സുതാര്യത ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും. പക്ഷേ പ്രേം, എൻ്റെ സംശയം അതൊരു ആവശ്യമില്ലാത്ത ആശങ്കയല്ലേ? അത് വെറുതെ അങ്ങനെ അവർ അങ്ങനെ ചെയ്തേക്കും എന്നൊക്കെയുള്ളൊരു ആശങ്ക അത് വെറുതെ. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ആണവായുധം ഇറാൻ കൈവശം വെച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ഒരു ചോദ്യം പ്രസക്തമാണ്. കാരണം ഇത് അമേരിക്കയുടെ ആശങ്കയല്ല, വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ആശങ്കയാണ്. കാര്യം ഇറാനുമായിട്ട് സമീപ രാജ്യം ഇസ്രായേലാണ്. ഏതാണ്ട് 24,000 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വിസ്തീർണം. അപ്പോൾ ഇറാൻ ഒരു ആണവായുധം എടുത്ത് പ്രയോഗിച്ചാൽ അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുക ഇസ്രായേലാണ്. അമേരിക്കയെ സംബന്ധിച്ച് അത്തരം ഭീഷണികളില്ല. കാര്യം 2 രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അമേരിക്കയിൽ ഒരു ആണവായുധം എത്തിക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യ തൽക്കാലം ഇറാനില്ല. അപ്പോൾ എന്തിന് അമേരിക്ക ഈ ആശങ്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ ആശങ്ക അമേരിക്ക ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ ഇറാൻ ആണവായുധം കൈവശം വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക് ഈ ആശങ്ക. പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടല്ലോ, ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധമുണ്ടല്ലോ. അപ്പോഴൊന്നും ഇല്ലാത്ത ആശങ്ക ഈ ഇറാൻ്റെ കാര്യത്തിൽ മാത്രം എന്നുള്ള കാര്യം അവിടെ ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇനി 2ാമത്തെ പ്രശ്നം, ഇവർക്ക് എതിരെ ചുമത്തപ്പെട്ട സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുക. അതും ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചൊരു കീറാമുട്ടിയാണ്. കാരണം സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കപ്പെട്ടാൽ ഇറാൻ്റെ എണ്ണ വ്യാപാരമെല്ലാം സുഗമമായി നടക്കും. ഇറാൻ ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ്. ആ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായി നിന്ന് ഇറാൻ എണ്ണ വ്യാപാരം പുനരാരംഭിക്കുമ്പോൾ അവിടെ ഡോളർ എന്ന് പറയുന്ന സാധനം പടിക്ക് പുറത്തായിരിക്കും, കടക്ക് പുറത്ത് എന്ന് പറയും. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അതുകൂടാതെ അമേരിക്ക ഇപ്പോൾ വെനസ്വേല പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. അത് വിറ്റഴിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലാണ്ടാകുക. അവർ ഇറാൻ പൂർണ്ണ തോതിൽ കളത്തിലിറങ്ങുമ്പോൾ പിന്നെ വെനസ്വേല ഔട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. ഇനി 3ാമത്തതാണ് ഈ ഹോർമൂസിൻ്റെ പേരിലുള്ള. അത് പൊതുവെ ഇറാൻ്റെ നിലപാട് ഇത്തിരി കടുത്തതാണ്. കാര്യം അതൊരു അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. അതിൽ ഞങ്ങളുടെ പരമാധികാരം അംഗീകരിച്ചു കൊടുക്കണം, ഞങ്ങൾക്ക് ടോൾ പിരിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അതൊരു സ്വതന്ത്രമായി കിടക്കുന്നത് കൊണ്ട് ലോകത്തെ ഏതാണ്ട് 1/3 എണ്ണ ഇടപാടും നടക്കുന്നത് ആ കപ്പൽച്ചാല് വഴിയാണ്. അതുകൂടാതെ മറ്റു പല കയറ്റുമതി ഇറക്കുമതി സംഗതികളും ഇപ്പോൾ അവശ്യ സാധനങ്ങൾ അടക്കമുള്ള അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു രാജ്യത്തിന് പരമാധികാരം അനുവദിച്ചു കൊടുത്താൽ അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ട്. അത് ഇപ്പോൾ ഇന്ത്യക്കടക്കം അത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 3 കീറാമുട്ടികളിൽ എന്താണ് ഇറാൻ എടുക്കുന്ന ഒരു വിട്ടുവീഴ്ച?
അതിനെ ആശ്രയിച്ചിരിക്കും അമേരിക്കയുടെ നിലപാട്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഇറാൻ ഇപ്പോൾ ഈ കളമറിഞ്ഞ് കളിക്കുക എന്ന് പറയുമല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ വലിയൊരു സമ്മർദ്ദം ഉപയോഗിക്കുന്നു. അവരുടെ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്നൊരു അനുകൂലമായ നിലപാടെടുക്കാൻ ട്രംപ് നിർബന്ധിതമാകും. കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രംപിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യമല്ല അമേരിക്കയിലുള്ളത്. അതെ, അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ഒരു യുദ്ധം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് പറ്റില്ല. പ്രത്യേകിച്ച് 60 ദിവസം, ഒരു യുദ്ധം തുടങ്ങി 60 ദിവസം കഴിഞ്ഞാൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി വീണ്ടും തേടേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വലിയ സൈനികമായ തിരിച്ചടി, അവരുടെ പടക്കോപ്പുകൾ പകുതിയിലധികം തീർന്നൊരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സാമ്പത്തികമായി നേരത്തെ തന്നെ സൂചനകൾ വന്നിരുന്നു. അമേരിക്ക പഴയ അമേരിക്കയല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ അമേരിക്കൻ സേനയെ പിൻവലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം അതായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിൽ യുദ്ധം തുടരാനായിട്ട് അമേരിക്കൻ കോൺഗ്രസ് അനുമതി കൊടുക്കാൻ സാധ്യതയില്ല. ഇനി അത് ലംഘിച്ചുകൊണ്ട് ട്രംപ് എനിക്ക് യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് തീരുമാനമെടുത്താൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇംപീച്ച്മെൻ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ട്രംപ് കിട്ടിയതെങ്കിൽ കിട്ടിയത് എന്ന് കരുതി ഈ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം ബോധിച്ചു ട്രംപിന്, ഇനി രക്ഷയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ താമസമില്ലാണ്ട് ഇപ്പോൾ പന്ത് ഇറാൻ്റെ കോർട്ടിലാണ്. ഇറാൻ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. ട്രംപിന് യുദ്ധം തുടരാൻ താല്പര്യമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കൂ.